വാർത്തയിൽ നിന്ന് ആരംഭിക്കുകയാണ് തലക്കെട്ടുകൾ. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയെ വെറുതെ വിട്ടതിൽ വ്യാപക പ്രതിഷേധം. അപ്പീൽ പോകുമെന്ന പ്രോസിക്യൂട്ടർ. തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ്. പാർലമെന്റ് അതിക്രമ കേസിൽ 2 പേർ കൂടി പിടിയിലായത് ഭഗത് സിംഗ് സമൂഹമാധ്യമ ഗ്രൂപ്പിലെ അംഗങ്ങൾ. മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചുവെന്ന് മുഖ്യ ആസൂത്രകൻ ലളിത് ഝാ. സുരക്ഷാ വീഴ്ചയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണി വരെ നിർത്തിവെച്ചു. ശബരിമലയിലെ വരുമാനം കുറഞ്ഞുവെന്ന് ദേവസ്വം ബോർഡ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 20 കോടി രൂപയുടെ കുറവെന്ന് പ്രസിഡന്റ് PS പ്രശാന്ത്. തീർത്ഥാടകരുടെ എണ്ണത്തിലും കുറവ്. തിരക്ക് നിയന്ത്രണത്തിലെ ഹർജി അല്പസമയത്തിനകം ഹൈക്കോടതി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റാൻ നീക്കം. വിവാദങ്ങളിൽ അതൃപ്തി പരസ്യമാക്കി അക്കാദമി കൗൺസിൽ അംഗങ്ങൾ. സാംസ്കാരിക മന്ത്രിക്ക് കത്ത് നൽകി. കടുത്ത നിലപാടിലേക്ക് സർക്കാരും. രാജസ്ഥാനിൽ ഭജൻലാൽ ശർമ്മയുടെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം. ദിയാകുമാരിയും പ്രേംചന്ദ് ഭൈരവയും ഉപമുഖ്യമന്ത്രിമാർ. സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ജയ്പൂരിൽ. വയനാട്ടിൽ നരഭോജി കടുവയ്ക്കായി തെരച്ചിൽ. മൂടക്കൊല്ലിയിലെ നിരോധനാജ്ഞ നീട്ടി. പാലക്കാട് ധോണിയിൽ വീണ്ടും പുലി ഇറങ്ങി. മൂന്നാറിൽ കടകൾ തകർത്ത് പടയപ്പ. കൊല്ലത്ത് ഭർതൃമാതാവിനെ മർദ്ദിച്ചതിൽ കൂടുതൽ വെളിപ്പെടുത്തൽ. ആയുധങ്ങൾ ഉപയോഗിച്ചും മർദ്ദനമുണ്ടായി. 6.5 വർഷമായി മർദ്ദിക്കുന്നുവെന്ന് വയോധിക. കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ലോക്സഭയും രാജ്യസഭയും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും സമ്മേളിച്ച് മിനിറ്റുകൾക്കകം നിർത്തിവെച്ചു. 2 മണി വരെയാണ് സഭ നിർത്തിവെച്ചത്. വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. സസ്പെൻഡ് ചെയ്യപ്പെട്ട MP-മാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഇതാദ്യമായാണ് പുതിയ മന്ദിരത്തിന്റെ കവാടത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ലോക്സഭയിലെ 13ഉം രാജ്യസഭയിലെ ഒരംഗത്തെയുമാണ് ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. സുവി വിശ്വനാഥ് വിവരങ്ങൾ പങ്കുവെക്കും. സുവി, ഇന്നും സഭ പ്രക്ഷുബ്ധമാണ്. കാരണം അമിത്ഷായുടെ മറുപടി വേണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഭരണപക്ഷം അതിന് തയ്യാറല്ല. എന്താണ് ഇന്ന് പാർലമെന്റിൽ സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്നലെ തുടരുന്ന പ്രക്ഷോഭം ഇന്നും പ്രതിപക്ഷ കക്ഷികൾ പാർലമെന്റിൽ തുടർന്നു. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ അമിത്ഷാ ലോക്സഭയിൽ ഒരു പ്രസ്താവന ഇറക്കണം എന്ന ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ആ ആവശ്യം സഭ തുടങ്ങിയപ്പോൾ തന്നെ ലോക്സഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡ് ഉപയോഗിച്ച് പ്രതിഷേധിക്കുകയുണ്ടായി. ഇതിനെ തുടർന്നാണ് സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചിരിക്കുന്നത്. ഏതായാലും സഭ ഉച്ചയ്ക്ക് തുടർന്നാൽ പോലും ഈ ആവശ്യം വീണ്ടും പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. രഞ്ജിത്ത്, ഇതിനിടെ പാർലമെന്റ് അതിക്രമ കേസിൽ 2 പേർ കൂടി പിടിയിലായി എന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. കൈലാഷ്, മഹേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഭഗത് സിംഗ് സമൂഹമാധ്യമ ഗ്രൂപ്പിലെ അംഗങ്ങളാണ് പിടിയിലായത്. ഇതിനിടെ മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചുവെന്ന് മുഖ്യ ആസൂത്രകൻ ലളിത് ഝായുടെ മൊഴിയുണ്ട്. കൂട്ടാളികൾ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഫോണുകൾ നശിപ്പിച്ചത്. ലളിത് ഝായുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ലളിത് ഝായിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് ഡൽഹി സ്പെഷ്യൽ പോലീസ് കരുതുന്നത്. തെളിവെടുപ്പിന്റെ ഭാഗമായി പുകയാക്രമണം പുനഃസൃഷ്ടിക്കാനും പോലീസ് ഒരുങ്ങുന്നുണ്ട്. സുവി തുടരുന്നുണ്ട്. സുവി, ഇങ്ങനെ അന്വേഷണത്തിന് നിരവധി വഴികളുണ്ട്. കാരണം പോലീസിന് മുന്നിൽ കൃത്യമായ പ്രതികളുണ്ട്. ഇനിയും ആളുകളുണ്ടെന്ന് കരുതുകയും ചെയ്യുന്നു. കാരണം ഒരു ഗ്രൂപ്പൊക്കെ ഉപയോഗിച്ചാണ് ഇവർ ഇത്തരം പ്രചരണം നടത്തിയത്. ആസൂത്രണം കൃത്യമായി ഉണ്ടായിരുന്നു. 7 നിലയ്ക്കാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്.
രഞ്ജിത്ത്, അന്വേഷണം ശക്തമായി തന്നെ പുരോഗമിക്കുകയാണ്. പാർലമെന്റ് അതിക്രമ കേസിൽ 2 പേർ കൂടെ ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഡൽഹി സ്പെഷ്യൽ സെല്ലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാജസ്ഥാൻ സ്വദേശികളാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ, അതായത് ഇന്നലെ അറസ്റ്റിലായ മുഖ്യ ആസൂത്രകൻ ലളിത് ഝായുടെ കൂട്ടാളികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഭഗത് സിംഗ് എന്ന് പറയുന്ന സമൂഹ മാധ്യമ ഗ്രൂപ്പിലെ അംഗങ്ങൾ തന്നെയാണ് ഇരുവർക്കും ഇതിൽ പങ്കുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലളിത് ഝായെ, ഈ ആക്രമണത്തിന് ശേഷം ലളിത് ഝാ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ. ഈ ലളിത് ഝായെ രക്ഷപ്പെടാൻ സഹായിച്ചതും ഇവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും നിലവിൽ അറസ്റ്റിലായിരുന്നത് 7 പേരാണ്. അവരോടൊപ്പം 2 പേരെ കൂടെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഇവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തെളിവെടുപ്പ് നടക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പുകയാക്രമണം, പാർലമെന്റ് അതിക്രമത്തിലെ പുകയാക്രമണം പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇന്ത്യ ഗേറ്റ് മുതൽ ഉണ്ടായ സംഭവങ്ങൾ പുനഃസൃഷ്ടിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ലളിത് ഝായുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫോൺ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു. എന്നാൽ ഈ ലളിത് ഝായുടെ കൈവശമാണ് ഈ ഫോൺ എന്നാണ് നേരത്തെ അറസ്റ്റിലായവർ പറഞ്ഞിരുന്നത്. എന്നാൽ ലളിത് ഝാ ഈ ഫോണുകൾ നശിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. രഞ്ജിത്ത്, ഈ ലളിത് ഝാ ഇപ്പോൾ അറസ്റ്റിലായ പ്രധാനപ്പെട്ട ആളുകൾ മറ്റ് 2 പേർ കൂടി അറസ്റ്റിലാകുന്നു. ഈ ഗ്രൂപ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതുമായി ബന്ധപ്പെട്ട് അവർ രൂപീകരിച്ചിരുന്നു. ഭഗത് സിംഗുമായി ബന്ധപ്പെട്ട് സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്വേഷണം കുറച്ചുകൂടി വിപുലമാക്കേണ്ടി വരും. ഇനി കൂടുതൽ അറസ്റ്റുകളിലേക്ക് നീങ്ങും. ഇപ്പോൾ അറസ്റ്റിലായ 2 പേർക്ക് ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള പങ്കാളിത്തമാണെന്നാണ് പോലീസ് പറയുന്നത്? സുവി, രഞ്ജിത്ത്, അറസ്റ്റിലായ 2 പേർ ഈ ഭഗത് സിംഗ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ അംഗമാണ് എന്നാണ് പറയുന്നത്. നേരത്തെ ഇതിൽ ഉൾപ്പെട്ടവരെല്ലാം തന്നെ ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെട്ടിരുന്നത്, സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പരിചയപ്പെട്ടിരുന്നത്. ഒപ്പം തന്നെ ഒരേ ആശയങ്ങളുള്ളവരാണ്. സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധമാണുള്ളത്. സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായ കടുത്ത പ്രതിഷേധങ്ങളാണുള്ളത്. ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരം പ്രതിഷേധങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഒപ്പം ഇവരെ അറസ്റ്റിലാകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ഒരു ലീഫ്ലെറ്റും ഇവരിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. ഭഗത് സിംഗ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ ഉൾപ്പെട്ടവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ കൂട്ടായ്മയിലാണ് ഇതുമായി ബന്ധപ്പെട്ട നിരവധി സന്ദേശങ്ങൾ ഇവർ കൈമാറിയിരുന്നതെന്നാണ് പറയുന്നത്. ഇവർക്കും ഈ അതിക്രമത്തിൽ ഈ 2 പേരും അതിക്രമത്തിൽ പങ്കെടുക്കാൻ അതീവമായ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ലളിത് ഝായുടെ മൊഴിയിൽ പറയുന്നത്. ഏതായാലും മഹേഷ്, കൈലാഷ് എന്ന് പറയുന്ന 2 പേരാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിന് ശേഷം മാത്രമേ ലഭ്യമാവുകയുള്ളൂ. രഞ്ജിത്ത്, ശരി, സുവിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റ് വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. വണ്ടിപ്പെരിയാർ വിധി നിരാശാജനകമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉണ്ടായ വീഴ്ചയാണ് കേസ് പരാജയപ്പെടാൻ കാരണം. തെളിവ് ശേഖരിക്കാൻ ഉൾപ്പെടെ വൈകി. സംഭവത്തെ കേരള പോലീസ് ലാഘവത്തോടെ കൈകാര്യം ചെയ്തു. കേസിലെ രാഷ്ട്രീയ ബാഹ്യ ഇടപെടൽ അടിയന്തരമായി അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒപ്പം CPM-ലെ ജില്ലയിലെ പ്രാദേശിക നേതൃത്വം കേസ് അട്ടിമറിച്ചുവെന്നും സതീശൻ പറഞ്ഞു. വണ്ടിപ്പെരിയാറിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിലുണ്ടായ കോടതി വിധി എല്ലാവരെയും ഞെട്ടിക്കുന്നതും നിരാശയിലാഴ്ത്തുന്നതുമാണ്. വിധിന്യായത്തിലൂടെ പോകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ചെയ്ത തെറ്റുകളാണ് ഈ പ്രതിയെ വെറുതെ വിടാൻ കാരണമായത് എന്ന് വ്യക്തമാണ്. ആവശ്യമായ യാതൊരു തെളിവുകളും കേസിൽ സ്വീകരിച്ചിട്ടില്ല. 6 വയസ്സുള്ളൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവം എത്ര ലാഘവത്വത്തോടു കൂടിയാണ് കേരള പോലീസ് കൈകാര്യം ചെയ്തത് എന്നതിന്റെ ഏറ്റവും ഉദാഹരണമാണ്. വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. പ്രതിഷേധം കണക്കിലെടുത്ത് പ്രതി അർജുനെ എറണാകുളത്തേക്ക് മാറ്റി. കേസിൽ അപ്പീൽ നൽകുമെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. പ്രതി അർജുൻ തന്നെയെന്ന് ആവർത്തിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി. വിധി വേദനാജനകമെന്ന് കുടുംബം പ്രതികരിച്ചു. കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടെങ്കിലും പ്രതി അർജുനാണെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ. ഇയാൾ കുറ്റവിമുക്തനാക്കപ്പെടുമെന്ന് ബന്ധുക്കൾക്ക് മുമ്പേ അറിയാമായിരുന്നുവെന്നും കേസ് ശരിയായ രീതിയിൽ പഠിക്കാതെയാണ് വിധി കൽപ്പിച്ചതെന്നും പിതാവ് ആരോപിച്ചു. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. ശാസ്ത്രീയ തെളിവുകൾ പര്യാപ്തമെന്നു തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം. അടുത്ത നടപടി അപ്പീൽ സമർപ്പിക്കും ഹൈക്കോടതിയിൽ. വലിയ താമസമില്ലാതെ
അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പീൽ സമർപ്പിക്കും. റദ്ദ് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ വിധി റദ്ദ് ചെയ്ത് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയിലേക്ക് എത്തിയതെന്നും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. സംഭവ ദിവസം തന്നെ വീട്ടിലെത്തിയിരുന്നു. വിരലടയാള വിദഗ്ധരും ഫോറൻസിക് വിദഗ്ധരും ഒപ്പമുണ്ടായിരുന്നെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. ഈ മരണം നടന്നത് 2021 ജനുവരി 30-നാണ്. അന്ന് ജൂൺ 30-നാണ്. ജൂൺ 30-ന് അന്ന് വൈകുന്നേരം ഒരു 174 കേസായിരുന്നു. അന്ന് ഈ കുട്ടിയെ വൈകിട്ട് സംഭവിച്ചതിന് ആശുപത്രി കൊണ്ടുപോയിരുന്നു. അന്ന് തന്നെ ഈ സംഭവം നടന്ന ഈ ക്വാർട്ടേഴ്സിലെത്തി അത് ഡംഡോസ് ചെയ്തതാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഇൻക്വസ്റ്റ് നടത്തി മറ്റ് മഹസർ തയ്യാറാക്കിയതും മറ്റ് ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ തന്നെ ആരംഭിച്ചു. അപ്പീലിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ. പുനരന്വേഷണം വേണമെന്ന് പ്രതിഭാഗം ആവശ്യമുന്നയിച്ചെങ്കിലും അതിനുള്ള ഒരു സാധ്യതയും നിലവിലെ തെളിവുകൾ വെച്ചില്ലെന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. വിധിയിൽ പ്രതിഷേധിച്ച് വണ്ടിപ്പെരിയാറിലും ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിലും പ്രതിഷേധമുയർന്നു. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം തേവലക്കരയിൽ വയോധികയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മരുമകൾ മഞ്ജു തോമസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ 6.5 വർഷമായി മരുമകൾ മർദ്ദിക്കാറുണ്ടെന്ന് ഏലിയാമ്മ വെളിപ്പെടുത്തി. തന്നെ മാത്രമല്ല മകനെയും മർദ്ദിക്കാറുണ്ടെന്നും ഏലിയാമ്മ പറഞ്ഞു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കൊല്ലം തേവലക്കരയിൽ വയോധികയെ മരുമകൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുമായി വയോധിക രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 6.5 വർഷമായി തുടർച്ചയായി മരുമകൾ മഞ്ജുമോൾ തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നാണ് ഏലിയമ്മ വർഗീസ് എന്ന 80 വയസ്സുകാരി പോലീസിനോടക്കം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും മഞ്ജുമോൾ അറസ്റ്റിലാകുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വയോധിക രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ മകൻ ജെയ്സ് വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഹയർ സെക്കൻഡറി അധ്യാപികയായ മഞ്ജുമോൾ തന്നെ മർദ്ദിച്ചിരുന്നതെന്നാണ് പോലീസിനോട് വയോധിക നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ. സ്ഥലത്തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചതെന്നും പോലീസിന് അവർ മൊഴി നൽകിയിട്ടുണ്ട്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ജാമ്യമില്ല വകുപ്പുകൾ ചുമത്തി മഞ്ജുമോൾക്കെതിരെ പോലീസ് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. ഇവരുടെ മക്കളെ അടക്കം ബന്ധുക്കളുടെ സംരക്ഷണത്തിൽ വിട്ടു നൽകിയിരിക്കുകയുമാണ്. എന്തായാലും കഴിഞ്ഞ 4.5 മാസം മുമ്പ് വയോധികയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളുടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ എടുത്തതിന് ശേഷവും ഇതേ കാരണം പറഞ്ഞ് ഈ 80 വയസ്സുകാരിയെ മഞ്ജുമോൾ തോമസ് എന്ന ഹയർ സെക്കൻഡറി അധ്യാപിക മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അയൽവാസികളിൽ നിന്നടക്കം വിവരങ്ങൾ ചോദിച്ചറിയുന്നതും. എന്തായാലും ഈ ഭൂമി തർക്കമാണ് ഇത്തരത്തിൽ ഈ വയോധികയെ ക്രൂരമായി മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് പോലീസിന് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ലഭ്യമായിരിക്കുന്ന സൂചനകൾ. എന്തായാലും വയോധിക നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മഞ്ജുമോൾ തോമസിനെ വീണ്ടും വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഈ കസേരയിലിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ വയോധികയെ മറിച്ചിടുന്നതും തുടർന്ന് കാൽകൊണ്ട് ചവിട്ടി മർദ്ദിക്കുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ വീട്ടിൽ പതിവായിരുന്നുവെന്നാണ് ഈ വയോധിക പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മകൻ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് തന്റെ മരുമകൾ കടന്നിരുന്നത്. മകൻ ജെയ്സ്മോനെയും സമാനമായ രീതിയിൽ മഞ്ജുമോൾ തോമസ് മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും പോലീസിന് മൊഴി നൽകിയിരിക്കുകയാണ് 80 വയസ്സുകാരിയായ ഏലിയമ്മ വർഗീസ്. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. ശബരിമലയിൽ വരുമാനത്തിൽ വൻ ഇടിവ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 20 കോടിയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഭക്തരുടെ എണ്ണത്തിൽ 1.5 ലക്ഷം പേരുടെ കുറവുണ്ടായി. പമ്പ ഹിൽ ടോപ്പിൽ പാർക്കിംഗ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഇന്ന് തന്നെ റിവ്യൂ പെറ്റീഷൻ നൽകുമെന്നും ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ന്യൂസ് 18 പറഞ്ഞു. മണ്ഡലകാല തീർത്ഥാടനം 1 മാസം പിന്നിടുമ്പോൾ പോയ വർഷത്തേക്കാൾ 20 കോടിയോളം രൂപയുടെ വരുമാനത്തിൽ കുറവുണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഈ കുറവിന്റെ കാരണമായിട്ട് വിലയിരുത്തുന്നത്? 2 കാരണങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ പ്രാവശ്യം ഈ കോവിഡ് പ്രളയമൊക്കെ വന്ന് 2021 വർഷത്തിൽ അതൊക്കെ കഴിഞ്ഞിട്ട് കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ വർഷം കൂടുതൽ അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് എത്തി. മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെയുള്ള ഭക്തരുടെ ഒരു പൊതുവായ വിശ്വാസം അയ്യപ്പനൊരു പാർട്ട്ണറായിട്ടാണ്, ഭഗവാൻ അയ്യപ്പനെ അവരൊരു പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ ശേഖരിച്ചു വെച്ച കൂടുതൽ കരുതലുകൾ അവർ എവിടെ എത്തുകയും
അയ്യപ്പൻ്റെ ഭഗവാന്റെ മുന്നിൽ കാണിക്കയായി സമർപ്പിക്കുകയും ചെയ്തു. 2 ഭക്തർ ഇവിടെ ഈ വർഷത്തെ എത്തിയ ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ട്. 1.5 ലക്ഷം ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ട്. അത് പ്രളയം, തെലങ്കാനയുടെ ഇലക്ഷൻ അതൊക്കെ മാറി വരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. അത് മാറി വന്ന് കൂടുതൽ വരുമാനത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഇന്നലെ 28ാമത്തെ ദിവസത്തെ വരുമാനം നമ്മൾ താരതമ്യം ചെയ്താൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 21 ലക്ഷം കൂടുതൽ വന്നിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ഒരാഴ്ചയായി അരവണയുടെ സെയില് 2.25 ലക്ഷമായിരുന്നെങ്കിൽ ഒരാഴ്ച മുമ്പ് വരെയാണെങ്കിൽ ഇന്നലെ മുതൽ അതൊരു 3.25 ലക്ഷമായി. 2 ദിവസം മുമ്പ് അത് 4.25 ലക്ഷം വരെ ആയി വരുന്നു. അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായും മണ്ഡല മകരവിളക്ക് മഹോത്സവം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലായി വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ അവസാന ദിവസത്തെ വരുമാനത്തിലെ വർധനവ് പ്രതീക്ഷ നൽകുന്നതാണ് അല്ലേ? തീർച്ചയായും പ്രതീക്ഷ നൽകുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പമ്പ ഹിൽ ടോപ്പിലെ പാർക്കിങ്ങിനെ കുറിച്ചാണ്. റിവ്യൂ ഹർജി നൽകുമെന്നാണ് അല്ലേ? അതായത് കഴിഞ്ഞ ഈ പ്രളയത്തിന് ശേഷമൊക്കെ പമ്പ ഹിൽ ടോപ്പിലെ പാർക്കിംഗ് നിരോധിച്ചിരുന്നു. ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ്, ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു റിവ്യൂ ഹർജി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബോർഡ് തീരുമാനിച്ചു. അതനുസരിച്ച് ഇന്ന് റിവ്യൂ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ വന്ന് അത് അനുവദിച്ച് കിട്ടിയാൽ ഏതാണ്ട് 2500ഓളം ചെറിയ വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. അത് നിലയ്ക്കലിൽ നിന്ന് നമുക്ക് കൂടുതൽ വണ്ടികൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നിലയ്ക്കൽ കുറച്ച് കൂടുതൽ വലിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ വീക്കെൻഡാണ്, ശനി ഞായർ അവധി ദിവസങ്ങളാണ്. വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? മുന്നൊരുക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഉറപ്പായിട്ട് മുന്നൊരുക്കങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 2-3 ദിവസം കഴിഞ്ഞ ഹോളിഡേക്ക് ഉണ്ടായൊരു പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. അത് പരിഹരിക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവലോകനം വിളിച്ചു. മന്ത്രി ഇന്നലെ ഇവിടെ എത്തി അവലോകനം ഉണ്ടാക്കി. അതിൻ്റെയൊക്കെ ഒരു മുൻകരുതൽ ഉണ്ടാവും. അതിനെയൊക്കെ സംബന്ധിച്ചൊരു നടപടിക്രമങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ്. ഒരു ആശങ്കയുമില്ലാതെ വിശ്വാസികൾക്ക് ഇവിടേക്ക് കടന്നു. 18 പടിയിലെ വേഗത കുറയില്ല എന്ന് ചുരുക്കം അല്ലേ? 18 പടിയുടെ വേഗതയുമായി ബന്ധപ്പെട്ടും ബഹുമാനപ്പെട്ട DGP ഇന്നൊരു പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം ഒരുമിച്ച് മാറാതെ 50% ആളുകൾ മാറി 50% വരെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് മാറ്റുന്നൊരു സ്ഥിതിവിശേഷം. ഇതെല്ലാം പരിഹരിക്കേണ്ട കാര്യങ്ങൾ, പരിഹാര നിർദ്ദേശങ്ങളുണ്ടല്ലോ. ഈ ചെറിയ പ്രശ്നങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും വളരെ പ്രതീക്ഷയിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. വരുമാനത്തിലെ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് മുന്നിൽ കണ്ട് അതിനുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. സുമേഷ് മൊറാഴയ്ക്കൊപ്പം CVN അനുമോദ്, ന്യൂസ് 18. ശബരിമല തീർത്ഥാടകരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് അനുവദിച്ച ചെന്നൈ കോട്ടയം വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചു. പാലക്കാട് സ്റ്റേഷനിൽ വന്ദേ ഭാരതിന് സ്വീകരണം നൽകി. എസ് വിനേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമല അയ്യപ്പന്മാരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ വന്ദേ ഭാരത് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളത്. ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് 6 സ്റ്റേഷനുകളിൽ മാത്രമാണ് ഇതിനിടയിൽ ഈ വന്ദേ ഭാരത് നിർത്തിയത്. അതിനുശേഷം ഇപ്പോൾ കേരളത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പാലക്കാട് എത്തിയിരിക്കുന്നു. പാലക്കാട് BJP പ്രവർത്തകർ സ്വീകരണം നൽകിയിട്ടുണ്ട്. എന്തായാലും ശബരിമല യാത്രയ്ക്ക് പോകുന്നവർക്ക് വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ സർവീസ്. ഈ മാസം 25 വരെ ഇതിന്റെ സർവീസുകൾ തുടരും എന്ന് തന്നെയാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഷൊർണൂരിൽ ഇല്ല. ഷൊർണൂർ പാസ് ചെയ്യാതെ ഒറ്റപ്പാലത്ത് നിന്ന് ഭാരതപ്പുഴ വഴി തിരിഞ്ഞാണ് ഇത് തൃശ്ശൂരിലേക്ക് പോകുന്നത്. അതിനുശേഷം എറണാകുളം, കോട്ടയം, ഇങ്ങനെയാണ് ഇതിന്റെ സർവീസ് നിജപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഈ റൂട്ടിൽ നമുക്കറിയാം, സാധാരണ ഈ കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിലാണ് നിലവിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത്. ഈ റൂട്ടിൽ ഒരു വന്ദേ ഭാരത് അനുവദിക്കണം എന്ന് യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങൾ പരിഗണിക്കും എന്ന് തന്നെയാണ് റെയിൽവേ മന്ത്രാലയം പറയുന്നത്. ഇതിനിടയിലാണ് ശബരിമലയിലെ അയ്യപ്പന്മാരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു സംവിധാനം എന്തായാലും ഒരുക്കിയിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായാണ് ഇപ്പോൾ ഈ സർവീസ് കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. എന്തായാലും ചെന്നൈയിൽ നിന്ന് മുമ്പ് 2 വന്ദേ ഭാരത് കടന്നുപോയ വഴിയാണ്. 3ാമതൊരു വന്ദേ ഭാരത് കൂടി പാലക്കാട് വഴി എത്തിയിരിക്കുന്നു. പക്ഷേ ഇത് പാലക്കാട് വഴി തന്നെയാണ് ഈ ഒരു സർവീസ് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. బాగుంది. నెంబర్ 1 కొట్టాయం దాకా చెన్నై టు కొట్టాయం. చెన్నై. ఓకే, ఆంధ్రప్రదేశ్ చెన్నైలో ఎక్కాం. వెల్కమ్. എന്തായാലും ഈ ഒരു സർവീസ് വളരെ ഉപകാരപ്രദം എന്ന് തന്നെയാണ് ഇപ്പോൾ അയ്യപ്പന്മാരൊക്കെ പറയുന്നത്. അയ്യപ്പന്മാർ മാത്രമല്ല, അല്ലാത്ത ആളുകൾക്കും യാത്ര ചെയ്യുന്നതിന് ഏറെ ഈ റൂട്ടിൽ ഇത്തരത്തിലൊരു സർവീസ്, ഒരു ലക്ഷറി സർവീസ് വേണം എന്നുള്ള ഒരു ആവശ്യം
എന്തായാലും സർക്കാർ പരിഗണിച്ചിട്ടുണ്ട്. ഇനി ഇത് താൽക്കാലിക സംവിധാനം, ശബരിമല സീസൺ ആയതുകൊണ്ടുള്ള താൽക്കാലിക സംവിധാനമാണെങ്കിൽ പോലും ഭാവിയിൽ ഇത്തരത്തിലൊരു സർവീസ് വേണം എന്നുള്ള ഒരു ആവശ്യം പരിഗണിക്കപ്പെടണം എന്ന് തന്നെയാണ് ഇവിടുത്തെ യാത്രക്കാരുടെ ആവശ്യം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാട്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റാൻ നീക്കം. അടുത്തിടെ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്നാണ് രഞ്ജിത്തിനെതിരെ ചലച്ചിത്ര അക്കാദമിയിൽ തന്നെ ശക്തമായ പ്രതിഷേധമുയരുന്നത്. ഇന്നലെ ചേർന്ന അക്കാദമി ജനറൽ കൗൺസിൽ യോഗം രഞ്ജിത്തിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി സജി ചെറിയാന് കത്തയച്ചിരുന്നു. അക്കാദമിയിലെ പുതിയ വിവാദങ്ങളിൽ സർക്കാരും കടുത്ത നിലപാടിലാണെന്നാണ് സൂചന. വി വി അരുണിന്റെ റിപ്പോർട്ട്. വി വി അരുൺ ചേരുന്നു. അരുൺ, രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യം ഇന്നലെ പ്രധാനപ്പെട്ട അക്കാദമി അംഗങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. ഭൂരിഭാഗം പേർക്കും അതേ ആവശ്യം തന്നെയാണ്. മന്ത്രി കത്തയച്ചുവെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സർക്കാരിന്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, രാജി ആവശ്യം തള്ളുന്നു അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. ഈ രാജി എന്നൊരു കാര്യം ഇപ്പോൾ പരിഗണനയിലില്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഇന്നലെ സമാന്തര കൗൺസിൽ യോഗം ചേർന്നു എന്ന വാർത്ത അക്കാദമി സെക്രട്ടറി അജോയും നിഷേധിച്ചു. അത്തരത്തിൽ സമാന്തര കൗൺസിൽ യോഗം ചേർന്നിട്ടില്ല. അംഗങ്ങൾ അവിടെ സംസാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് അത് സമാന്തര കൗൺസിൽ അല്ല എന്ന നിലപാടിലാണ് അക്കാദമി ഔദ്യോഗികമായി ഉള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ രഞ്ജിത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. രഞ്ജിത്തിൻ്റെ പ്രവർത്തനങ്ങൾ, രഞ്ജിത്തിൻ്റെ ഇടപെടലുകൾ അക്കാദമിക്ക്, സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കുന്നു. അനാവശ്യമായി അക്കാദമിയെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയർമാൻ രഞ്ജിത്ത് എന്ന വിമർശനമാണ് ഉയർന്നത്. അതുകൊണ്ടാണ് 4 അംഗങ്ങൾ, ഇടതുപക്ഷ അനുഭാവമുള്ള 4 അംഗങ്ങൾ തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്ത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. ഡോക്ടർ ബിജു ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരെ അവഹേളിച്ചത് അനാവശ്യ കാര്യമാണ്. രഞ്ജിത്ത് അനാവശ്യമായി ഇത്തരം ഇടപെടലുകൾ നടത്തുന്നു. കഴിഞ്ഞ IFKയുടെ സമാപന വേദിയിൽ കാണികളെ, നാട്ടുകാരെ അപമാനിച്ച് രഞ്ജിത്ത് രംഗത്തെത്തിയിരുന്നു. പ്രേക്ഷകരെ നായികളോട് ഒമ്മിച്ച് രഞ്ജിത്ത് ന്യൂസ് 18 പ്രതികരിച്ചു. ഇത്തരം വിവാദങ്ങൾ അക്കാദമിയുടെ ശോഭ കെടുത്തുന്നതാണ്, സർക്കാരിനെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്നതാണ്. അതുകൊണ്ട് രഞ്ജിത്ത് മാറണമെന്നാണ് ആവശ്യം. ഇന്നലെ ചേർന്ന ഈ സമാന്തര കൗൺസിൽ യോഗത്തിലും 9 അംഗങ്ങൾ മന്ത്രി സജി ചെറിയാന് കത്ത് നൽകിയതും രഞ്ജിത്തിനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. നേരത്തെയൊക്കെ രഞ്ജിത്തിന് വലിയ പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് സിനിമാ മന്ത്രി സജി ചെറിയാനും ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരമൊരു പിന്തുണ അതേ രീതിയിൽ രഞ്ജിത്തിന് ലഭിക്കുമെന്ന് കരുതാനാകില്ല. സർക്കാരും രഞ്ജിത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൊതുവിൽ മടുപ്പിലാണ്. രഞ്ജിത്ത് നിരന്തരം സർക്കാരിനെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കുന്നതിൽ പ്രതിഷേധം ഭരണമുന്നണിയിൽ തന്നെ ശക്തമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് എത്രനാൾ ഇത് തുടരാനാകുമെന്ന കാര്യം സംശയമാണ്. ഏതായാലും നിലവിൽ രാജി എന്ന ആവശ്യം, രാജി എന്ന നീക്കം പരിഗണനയില്ല എന്നാണ് രഞ്ജിത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അപ്പോഴും സർക്കാർ നിലപാട് നിർണായകമാണല്ലോ. കാരണം നിരന്തരമായി ഇത്തരം ആരോപണങ്ങൾ രഞ്ജിത്തിനെതിരെ ഉണ്ടാകുന്നു. ഒപ്പം സജി ചെറിയാൻ മന്ത്രിക്കെതിരെ പോലും കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ചില തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിണറായി വിജയനെ, മുഖ്യമന്ത്രിയെ മോശമായി പരാമർശിച്ചു എന്ന രീതിയിലുള്ള ആരോപണമുണ്ടായിരുന്നു. ഒപ്പം പ്രധാനപ്പെട്ട മലയാള സിനിമയിൽ നടന്മാർക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ സർക്കാരിന് രഞ്ജിത്തിനെ ഈ സ്ഥാനത്ത് തുടരാൻ, മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തരത്തിലുള്ള നീക്കമുണ്ടാകുമോ? ആരുടെ പിന്തുണയാണ് നിർണായകമാവുക? അതുതന്നെയാണ് ഇനി അറിയേണ്ടത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു പിന്തുണ സർക്കാരിൽ നിന്ന്, പ്രത്യേകിച്ച് സിനിമാ മന്ത്രിയിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ രഞ്ജിത്തിനെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം ഇടത് അനുഭാവമുള്ള CPM അനുഭാവികളായ ആളുകൾ തന്നെ ഇത്തരത്തിൽ രഞ്ജിത്തിനെ മാറ്റണം, രഞ്ജിത്തിൻ്റെ മുഖ്യമന്ത്രികളെ കത്തിയിൽ 4 അംഗങ്ങൾ, അതിൽ CPIയുടെ നേതാവ് ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ പ്രധാനമായും ഞങ്ങളെല്ലാം ഇടതുപക്ഷ അനുഭാവികളാണ്. പക്ഷേ രഞ്ജിത്തിൻ്റെ ഈ നീക്കങ്ങൾ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെ മാത്രമല്ല സിനിമാ മേഖലയിലെ പ്രമുഖരെ തന്നെ അധിക്ഷേപിക്കുകയാണ്. രഞ്ജിത്ത് അക്കാദമിക്ക് ഇത്തരത്തിൽ ചീത്തപ്പേരുണ്ടാക്കുകയാണ്, കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെടുത്തുകയാണ്. പല കാര്യങ്ങളും ഏകപക്ഷ തീരുമാനങ്ങൾ, ഏകപക്ഷ നിലപാടുകളാണ് രഞ്ജിത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇത് ഒരു കാരണവശാലും ഇനിയും വച്ചുപൊറിപ്പിക്കരുത്. അത് സംസ്ഥാന സർക്കാരിന് നാണക്കേടാകും, ചലച്ചിത്ര അക്കാദമിയുടെ യശസ് കെടുത്തും. ഇതാണ് ഇടതുപക്ഷ അനുഭാവമുള്ള അംഗങ്ങൾ പോലും മുഖ്യമന്ത്രിയോടും അതുപോലെ സിനിമാ മന്ത്രി സജി ചെറിയാനോടും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ളൊരു ബ്ലാങ്ക് ചെക്ക്, പിന്തുണയുടെ കാര്യത്തിൽ ബ്ലാങ്ക് ചെക്ക് സർക്കാർ രഞ്ജിത്ത് നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അങ്ങനെ നൽകില്ല എന്ന് കരുതുന്നവരാണ് ഏറെയും. കൂടുതൽ പേർ രഞ്ജിത്തിന് വരും ദിവസങ്ങളിൽ നിലപാടെടുക്കാൻ തന്നെയാണ് സാധ്യത. ചലച്ചിത്രമേളയുടെ അവസാന ദിവസമാണെന്ന് ഈ ഘട്ടത്തിൽ രഞ്ജിത്തിനെതിരെ അത്തരമൊരു പരസ്യ നിലപാട് വേണ്ട എന്ന അഭിപ്രായമുള്ളവരാണ് അക്കാദമിയിൽ ഭൂരിപക്ഷം. അതുകൊണ്ടാണ് അവർ അത്തരത്തിൽ ഇന്നലെ ചേർന്ന യോഗത്തെ പോലും സമാന്തര യോഗമെന്ന വിശേഷിപ്പിക്കുമ്പോൾ അതിനെ തള്ളിപ്പറയുന്നത്. അതിനപ്പുറത്തേക്ക് രഞ്ജിത്തിന് അക്കാദമിയിൽ പിന്തുണ കുറയുകയാണ്. ഒരു വനിതാ അംഗത്തെ അധിക്ഷേപിച്ചു എന്ന പരാതിയുണ്ട്. അതൊരു പരാതി പറയാൻ പോയപ്പോഴാണ് അവരെ ആ രീതിയിൽ അവഹേളിച്ചത്. അതും വലിയ വിമർശനം, വലിയ
വലിയ അമർഷം അക്കാദമി അംഗങ്ങൾക്കും സിനിമാ സമൂഹത്തിൽ പൊതുവിലും ഉണ്ടാക്കിയിട്ടുണ്ട്. രഞ്ജിത്തിൻ്റെ നീക്കങ്ങൾ, രഞ്ജിത്തിൻ്റെ ഇടപെടൽ മാടമ്പി സ്വഭാവമാണ് എന്ന വിമർശനമാണ് അക്കാദമി അംഗങ്ങളിൽ നിന്ന് പ്രധാനമായി ഉയരുന്നത്. ഡോക്ടർ ബിജു, അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് വലിയ ആരാധകർ സംസ്ഥാനത്തുണ്ട്. രാജ്യത്തിന് പുറത്തും നിരവധി മേളകളിൽ അംഗീകരിക്കപ്പെട്ട ചലച്ചിത്രകാരനാണ്. അത്തരം ആളുകളെ ഇങ്ങനെ പരസ്യമായി അവമാനിക്കുന്നത് ശരിയല്ല എന്ന നിലപാടുള്ളവർ തന്നെയാണ് സിനിമാ മേഖലയിൽ ഇപ്പോൾ കൂടുതലും. ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അടക്കം അത്തരം അഭിപ്രായമുള്ളവരുടെ എണ്ണം വർദ്ധിക്കുകയുമാണ്. രഞ്ജിത്ത്, തീർച്ചയായും അത്തരത്തിലുള്ള നിലപാട് രഞ്ജിത്ത് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് രാജ്യവാർത്ത നിഷേധിക്കുകയാണ്. രാജ്യവാർത്ത നിഷേധിച്ചു. രഞ്ജിത്ത്, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാം. അതാണ് സെക്രട്ടറി വളരെ വിശദമായി പറയുന്നത്. ഒരു സമാന്തര യോഗവും ഇവിടെ നടന്നിട്ടില്ല. ഈ നടന്നു എന്ന മാധ്യമങ്ങൾ പറയുന്ന കുറെ പേരുടെ പേരുകളിൽ 3 പേർ ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് സെക്രട്ടറി സംസാരിച്ചത്. ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ ശ്രീനുലാലാണ്, ഒന്ന് സിബി കെ തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെയാണ് അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. ഞാൻ രാജിവെക്കണോ? അങ്ങനെ പലതും കേൾക്കുമല്ലോ. അങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇല്ല. അങ്ങനെ ഉണ്ടാവുന്നൊരു കാര്യം ഞാൻ നിങ്ങളെ തന്നെയാണ് ആദ്യം അറിയുന്നത്. നന്ദി എല്ലാവരോടും. രഞ്ജിത്തിന്റെ വാക്കുകളാണ് കേട്ടത്. ഇതിനിടെ 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറങ്ങും. സമാപന ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് മുഖ്യാതിഥിയാകും. വിഖ്യാത പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഏറ്റുവാങ്ങും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ സിനിമകൾക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ക്യൂബയുടെ ഇന്ത്യൻ സ്ഥാനപതി അലഹാൻദ്രോ സിമാൻകാസ് മറിൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. ക്യൂബയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട സംവിധായകരായ ഹോർഹെ ലൂയിസ് സാഞ്ചസ്, അലഹാൻദ്രോ ഗിൽ, നിർമ്മാതാവ് റോസ മെരിയ വോൾഡസ് എന്നിവരെ ആദരിക്കും. കാടിറങ്ങുന്ന വന്യത. വയനാട് വാകേരിയിൽ യുവാവിന്റെ ജീവനെടുത്ത കടുവയ്ക്കായുള്ള തെരച്ചിൽ 6ാം നാളിലും തുടരുന്നു. മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നെത്തിച്ച കുങ്കി ആനകളെ ഉപയോഗിച്ചും ക്യാമറ ട്രാപ്പുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിച്ചും കാൽപ്പാടുകൾ പരിശോധിച്ചുമാണ് തിരച്ചിൽ. വനംവകുപ്പിന്റെ ഡേറ്റാബേസിലുള്ള WWL45 എന്ന ആൺകടുവയാണ് പ്രജീഷിന്റെ ജീവനെടുത്തതെന്ന് വ്യക്തമായതോടെ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. വാകേരിയിൽ യുവ കർഷകന്റെ ജീവനെടുത്ത കടുവയെ കണ്ടെത്തുന്നതിനു വേണ്ടി ഊർജിത നീക്കമാണ് നിലവിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ മേഖലയിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. രാവിലെ തന്നെ ഈ ദൗത്യ സംഘം വിവിധ ഇടങ്ങളിലായിട്ടാണ് പരിശോധന നടത്തുന്നത്. പ്രധാനമായും ഈ പ്രജീഷ് കൊല്ലപ്പെട്ട ഈ തോട്ടം മേഖലയിലാണ് ഇപ്പോൾ നിലവിൽ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് തിരച്ചിൽ പുരോഗമിക്കുന്നത്. മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നും 2 കുങ്കിയാനകളെയാണ് ഇതിനായി കൊണ്ടുവന്നിട്ടുള്ളത്. അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘവും നിലവിൽ ഈ പ്രദേശത്ത് തന്നെ പരിശോധന പുരോഗമിക്കുന്നുണ്ട്. ഈ കടുവ വനത്തിലേക്ക് കയറിയോ എന്നുള്ള സംശയവും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം നിലവിൽ ഈ ഭാഗത്തുള്ള വനത്തോട് ചേർന്നിട്ടുള്ള ഭാഗത്തും പരിശോധന നടത്തുന്നുണ്ട്. 6 ദിവസമായിട്ടും ഈ കടുവയെ കിട്ടാത്തതിൽ വലിയ ഒരു ഭീതിയും അതുപോലെ തന്നെ പ്രതിഷേധവും നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ ഈ പ്രദേശത്തുണ്ട്. പ്രധാനമായും ഈ മേഖലയിൽ നിരോധനാജ്ഞയും നീട്ടിയിട്ടുണ്ടായിരുന്നു. ജനങ്ങളോട് എല്ലാം തന്നെ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറിപ്പോകുന്നതിനുമുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഈ കടുവയെ തീർച്ചയായും ഇന്ന് തന്നെ കിട്ടുമെന്നുള്ള നിലവിലുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ വനംവകുപ്പുള്ളത്. ഈ പ്രദേശത്ത് ഏകദേശം 25 ക്യാമറകളും 3 കൂടുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്നലെ ഇരുട്ട് വീണതോടുകൂടെ ഈ തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും രാത്രിയിലും പെട്രോളിങ്ങുമായും ഡ്രോൺ പരിശോധനയും നടത്തിയിരുന്നു. ഇന്ന് രാവിലെയും ഇതേ തരത്തിൽ ഡ്രോൺ പരിശോധനയാണ് പ്രധാനമായും ഈ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഉന്നതതല ഉദ്യോഗസ്ഥരടക്കം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ കടുവയെ പിടിക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. 6ാം ദിവസവും കടുവയെ കിട്ടാത്തതിൽ വലിയ ഒരു ജനരോഷം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും ഇതൊന്നും കാര്യമാക്കാതെ ഈ കടുവയെ പിടികൂടാനുള്ള ഒരു ഊർജിതമായിട്ടുള്ള ശ്രമമാണ് നിലവിൽ ഈ പ്രദേശത്ത് നടക്കുന്നത്. മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. പ്രദേശത്തെ 2 കടകൾ തകർത്ത ആന സാധനങ്ങൾ ഭക്ഷിച്ചു. ആന റോഡിലിറങ്ങിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. മാട്ടുപ്പെട്ടി ബോട്ടിംഗ് സെന്ററിന് സമീപമായിരുന്നു ആനയെത്തിയത്. നെറ്റിമേട് സ്വദേശിയായ ജോൺസന്റെ കടയ്ക്ക് നേരെ പടയപ്പ ആക്രമണം നടത്തി. പടയപ്പ വരുന്നത് കണ്ട് കടയിലുണ്ടായിരുന്ന ചോളവും പൈനാപ്പിളും ജോൺസൺ സമീപത്തെ കരിങ്കിനടിയിലേക്ക് മാറ്റിയെങ്കിലും രക്ഷയുണ്ടായില്ല. അവ കണ്ടെത്തി പടയപ്പ ഭക്ഷിച്ചു. ഇത് 6ാം തവണയാണ് പടയപ്പ ഈ കടയെ ആക്രമിക്കുന്നത്. മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. ആന റോഡിലിറങ്ങിയതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു.
ഏറെ സമയത്തിന് ശേഷമാണ് പടയപ്പ പ്രദേശത്ത് നിന്നും പിൻവാങ്ങിയത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി മൂന്നാറിലെ ജനവാസ മേഖലയിൽ പടയപ്പ സ്ഥിര സാന്നിധ്യമാണ്. വേനൽ കനക്കുന്നതോടെ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 മൂന്നാർ. പാലക്കാട് ധോണിയിൽ വീണ്ടും പുലിയിറങ്ങി. പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ധോണി മൂലേപ്പാടം ഷംസുദ്ദീന്റെ വീട്ടിലെ പട്ടിയെ കാണാതായി. എസ് വിനേഷ് കുമാറിന്റെ റിപ്പോർട്ട്. ധോണിയിൽ വീണ്ടും വന്യമൃഗ ഭീതി പടർന്നിരിക്കുകയാണ്. നമുക്കറിയാം PT7 ഒരു വിഹര കേന്ദ്രമായിരുന്നു ഇത്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ കടുവശല്യവും കടുവ ഇറങ്ങുന്നതും പുലി ഇറങ്ങുന്നതുമെല്ലാം നിത്യസംഭവമായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയിൽ ഈ ധോണിയിലുള്ള മൂലപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് പുലി തന്നെ ആണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷംസുദ്ദീൻ്റെ വീട്ടിലാണ് ഉള്ള പട്ടിയെയും ഇന്നലെ രാത്രി മുതൽ കാണാതായിട്ടുണ്ട്. ഈ പരിസരങ്ങളിലെല്ലാം തന്നെയുള്ള ഇതിൻ്റെ അടുത്തുള്ള തോട്ടിലും മറ്റുമെല്ലാം കാൽപ്പാടുകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും നമുക്കറിയാം ഈ മലയിറങ്ങി വരുന്ന ഇതിനോട് ചേർന്ന് വനം പ്രദേശമാണ്, വനാതിർത്തിയാണ്. വ്യാപകമായ വന്യമൃഗ ശല്യം ഇവിടുത്തെ പ്രദേശത്തുള്ള നാട്ടുകാർ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായി വനം വകുപ്പിന് പരാതി കൊടുക്കുകയും ഒപ്പം തന്നെ പ്രതിഷേധ പരിപാടികളെല്ലാം തന്നെ നടന്നിട്ടുള്ളൊരു നാടുകൂടിയാണിത്. ഇതിനിടയിലാണ് വീണ്ടും ധോണിയെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് പുലി ഇറങ്ങി എന്നുള്ളൊരു അഭ്യൂഹം പരന്നിട്ടുള്ളത്. അഭ്യൂഹമല്ല, അത് പുലി തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് വനം വകുപ്പും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പുലി ഇറങ്ങിയ ഷംസുദ്ദീൻ്റെ വീട്ടിലെ ഷംസുദ്ദീൻ്റെ ഭാര്യയായ ഷംന നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എപ്പോഴായിരുന്നു ഇന്നലെ പട്ടിയെ കാണാതായത്? ഞങ്ങൾ രാവിലെയാണ് കണ്ടത്. ഫുഡ് കൊടുക്കാൻ ചോദിച്ചപ്പോൾ കാണാനില്ല, ഓറിയനെ വിളിച്ചപ്പോൾ കാണാനില്ല. പിന്നെ രാത്രി നല്ല സൗണ്ട് ഉണ്ടായിരുന്നു, നായ് കുറച്ചുകൊണ്ടേയിരുന്നു രാത്രിയൊക്കെ. ഈ കാൽപ്പാടുകൾ ഉണ്ടല്ലോ തോടിന്റെ പരിസരത്തൊക്കെ, അതെപ്പോഴാണ് നിങ്ങൾ കണ്ടത്? അത് രാവിലെ ഈ പാല് കറക്കാൻ എണിക്കുമ്പോഴായിരുന്നു അതൊക്കെ കണ്ടത്. വേറെ പശുക്കുട്ടിയോ അല്ലെങ്കിൽ വേറെ ഒന്നിനും ബാധിച്ചിട്ടൊന്നുമില്ലല്ലോ അല്ലേ? വേറെ ഒന്നുമില്ല. ഞങ്ങൾ വളർത്തുന്നതിന് കാണാനില്ല രാവിലെ തൊട്ട്. പുലി തന്നെയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. വന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പുലിയാണ്, കടുവയല്ല പുലിയാണ് പറയുന്നത്. എന്തായാലും എത്തിയിരിക്കുന്നത് പുലി തന്നെയാണ് എന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു എന്ന് തന്നെയാണ് ഈ ഷംന പറയുന്നത്. എന്തായാലും ഇതിൽ വനം വകുപ്പിൻ്റെ ഒരു ഫലപ്രദമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വനാതിർത്തി മേഖലയാണെങ്കിൽ പോലും ഇവിടെ ഗ്രാമീണർക്ക് സ്വസ്ഥമായി സ്വൈര്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി വനം വകുപ്പിനുണ്ട്. ഈ പ്രദേശം വലിയ തോതിൽ തന്നെ വന്യമൃഗശല്യം ഉള്ള പ്രദേശമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും ഇവിടെ കൃത്യമായ സോളാർ ഫെൻസിങ്ങോ അതുപോലെ തന്നെ പ്രതിരോധ കിടങ്ങ് ഉൾപ്പെടെയുള്ള സംവിധാനം വേണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ KP വിശ്വനാഥൻ അന്തരിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 83 വയസ്സായിരുന്നു. 1977 ഒപ്പം 1980 കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട KP വിശ്വനാഥൻ 4 തവണ കൊടകര മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തി. കെ കരുണാകരൻ, ഉമ്മൻചാണ്ടി മന്ത്രിസഭകളിൽ വനമന്ത്രിയായിരുന്നു. യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ്, DCC ജനറൽ സെക്രട്ടറി, KPCC അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഗവർണറുടെ സുരക്ഷ ശക്തമാക്കാൻ പോലീസ്. നാളെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെത്താനിരിക്കെയാണ് പോലീസ് നടപടി. ഗവർണറെ ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നാണ് SFIയുടെ നിലപാട്. ഈ വെല്ലുവിളി ഏറ്റെടുത്താണ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കാൻ ഗവർണർ തീരുമാനമെടുത്തത്. സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഗവർണർക്കുള്ള സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം. ഡൽഹിയിലുള്ള ഗവർണർ നാളെ വൈകിട്ടോടുകൂടി കോഴിക്കോട്ടെത്തും. 16, 17, 18 തീയതികളിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിനുള്ളിലെ ഗസ്റ്റ് ഹൗസിൽ തങ്ങാനാണ് ഗവർണർ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ സർക്കാർ ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഒഴിവാക്കുകയായിരുന്നു. SFIയുടെ നിലപാട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഗവർണറെയും എത്തിച്ചിരിക്കുന്നത്. ക്യാമ്പസുകളിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊരു നിലപാടായിരുന്നു SFI എടുത്തിട്ടുള്ളത്. ഇപ്പോഴും അവർ കരിങ്കൊടി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ഗവർണർക്ക് നേരെ ഒരു ദിവസം 3 തവണയാണ് കരിങ്കൊടി പ്രതിഷേധമുണ്ടായത്. കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസിലെ പ്രതികൾക്ക് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരുന്നു. 6 പേരും റിമാൻഡിൽ തുടരുകയാണ്. IPC 124 PDPP ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ SFIക്കാർക്കെതിരെ ചുമത്തിയിരുന്നു. അതേസമയം CPM നിലപാടും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സമരം ചെയ്യാനുള്ള അവകാശം SFIക്ക് ഉണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ
രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. മാത്രവുമല്ല, കാവ്യവൽക്കരണത്തിനെതിരെയാണ് തങ്ങളുടെ ഈ സമരമെന്ന നിലപാടിൽ SFI നിൽക്കുകയും ചെയ്യുന്നു. പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. തിരുവനന്തപുരത്ത് ഉണ്ടായതുപോലെ ഗവർണർ കാറിന് പുറത്തേക്ക് ഇറങ്ങുകയും SFIക്കാരുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് പോലീസിനുണ്ടാക്കുന്ന തലവേദന ചെറുതായിരിക്കില്ല. ഏതായിരുന്നാലും വെല്ലുവിളിച്ച് തന്നെയാണ് ഗവർണറും SFIയും ഇപ്പോഴും നിലകൊള്ളുന്നത്. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. കാലടി സംസ്കൃത സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ബാനർ. SFI ആണ് ബാനർ കെട്ടിയിരിക്കുന്നത്. ശാഖയിലെ സംഘിസം സർവകലാശാലയിൽ വേണ്ട ഗവർണറെ എന്നാണ് ബാനറിൽ പറഞ്ഞിരിക്കുന്നത്. സർവകലാശാല മുഖ്യ കവാടത്തിലാണ് ബാനർ കെട്ടിയിരിക്കുന്നത്. വയനാട് സീറ്റ് BJP ഏറ്റെടുക്കുന്ന കാര്യം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് CK ജാനു. JRP ലോക്സഭാ സീറ്റ് ആവശ്യപ്പെടുന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. പ്രസീത അഴീക്കോടിന്റെ കോഴ ആരോപണത്തിൽ മറുപടി പറയാനില്ലെന്നും ആരോപണങ്ങൾ അതിന്റെ വഴിക്ക് പോകട്ടെ എന്നും CK ജാനു പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും വളരെ ഒരുമിച്ച് തന്നെ NDA മുന്നണി സജീവമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളും ഉണ്ട്. ശരിക്കും എന്തായാലും ഭാവിയിലും അത് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങളുടെ JRP കൂടി തീരുമാനിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതൊക്കെ അതിന്റെ വഴിക്ക് പോയി. അതൊക്കെ പറയേണ്ട ആവശ്യമില്ല. യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തെരഞ്ഞെടുപ്പ് ID കാർഡ് കേസിൽ സംസ്ഥാന വ്യാപക അന്വേഷണത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം പോലീസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. സംസ്ഥാന വ്യാപകമായി വിശദമായ അന്വേഷണം വേണമെന്ന റിപ്പോർട്ടിന്റെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. കൂടുതൽ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്ന പരാതിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്കാകും തുടർ നടപടികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ഹാദിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് അച്ഛൻ KM അശോകൻ നൽകിയ ഹർജി അവസാനിപ്പിച്ച് ഹൈക്കോടതി. ഹാദിയ നിയമവിരുദ്ധ തടങ്കലിലല്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചതോടെയാണ് നടപടികൾ അവസാനിപ്പിച്ചത്. ഹാദിയ പുനർവിവാഹം ചെയ്ത് തിരുവനന്തപുരത്ത് താമസിക്കുകയാണ് എന്നും സർക്കാർ കോടതിയെ ബോധിപ്പിച്ചു. മലപ്പുറത്ത് ഹെൽത്ത് ക്ലിനിക് നടത്തിയായിരുന്ന ഹാദിയെ 1 മാസമായി കാണാനില്ലെന്നായിരുന്നു ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ KM അശോകൻ ഉന്നയിച്ചിരുന്നത്. ജസ്റ്റിസുമാരായ അനു ശിവരാമൻ, ജോൺസൺ ജോൺ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വയോധികനെ കബളിപ്പിച്ച് പണം തട്ടിയെടുത്ത കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. നേരത്തെ അറസ്റ്റിലായിരുന്ന മുഖ്യപ്രതി കൗശൽ ഷായുടെ കൂട്ടാളികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവരിൽ നിന്നും 40ഓളം സിം കാർഡുകളും നിരവധി ATM കാർഡുകളും ചെക്ക് ബുക്കുകളും പോലീസ് പിടിച്ചെടുത്തു. AI തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയായ ഗുജറാത്ത് സ്വദേശി കൗശൽ ഷായ്ക്ക് തട്ടിപ്പിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തവരാണ് പിടിയിലായത്. മഹാരാഷ്ട്ര സ്വദേശികളായ അമൃഷ് അശോക് പട്ടേൽ, സിദ്ദേശ് ആനന്ദ് കാർവെ എന്നിവർ സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും സംഘടിപ്പിച്ചു നൽകുകയും വ്യാജ വാട്സാപ്പ് ഗ്രൂപ്പുകൾ നിർമ്മിക്കാൻ സഹായം നൽകുകയും ചെയ്തു. ഗോവയിലെ ചൂതാട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കോഴിക്കോട് സിറ്റി സൈബർ പോലീസും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. മൊബൈൽ ഫോണുകളും നമ്പറുകളും താമസസ്ഥലവും അടിക്കടി മാറുന്ന സംഘത്തെ ദിവസങ്ങൾ നീണ്ട ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ചൂതാട്ട കേന്ദ്രത്തിൽ നിന്നും പിടികൂടിയത്. നിരവധി ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തിയതായി പ്രതികൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. തട്ടിപ്പിന് ഉപയോഗിക്കുന്ന 6 മൊബൈൽ ഫോണുകൾ, 30ലധികം സിം കാർഡുകൾ, 10 ATM കാർഡുകൾ, ബാങ്ക് ചെക്ക് ബുക്ക് എന്നിവയും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു. തട്ടിപ്പിന്റെ ആസൂത്രകനായ കുശാൽ ഷായ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇയാൾ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. എന്നാൽ മിക്ക കേസുകളിലും കുശാൽ ഷായെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണുകളില്ല. ഗുജറാത്തിലെ വിദൂര ഗ്രാമങ്ങളിലുള്ള കർഷകരുടെയും അക്ഷരാഭ്യാസം പോലുമില്ലാത്ത വയോധികരുടെയും പേരിലാണ് സിം കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും. എന്നാൽ കോഴിക്കോട് നടന്ന തട്ടിപ്പിൽ കുശാൽ ഷായുടെ അക്കൗണ്ടിലേക്കാണ് ആദ്യ പണം പോയത്. അവിടെ നിന്നും ഗോവയിലെ ഗെയിമിംഗ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്കും പിന്നീട് കേസിൽ നേരത്തെ പിടിയിലായ ഷെയ്ഖ് മുർസുവിന്റെ മകന്റെ അക്കൗണ്ടിലേക്കും പോയി. കുശാൽ ഷാ നിലവിൽ നേപ്പാളിലാണെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. കഴിഞ്ഞ ജൂലൈയിലാണ് കോഴിക്കോട് പാലാഴി സ്വദേശി രാധാകൃഷ്ണനിൽ നിന്നും 40,000 രൂപ തട്ടിയത്. ന്യൂസ് 18 കോഴിക്കോട്. പോലീസിനെ കണ്ട് ഓടിയ ചീട്ടുകളി സംഘത്തിലെ ഒരാൾ കുളത്തിൽ വീണ് മരിച്ചു. കല്ലറ പാകിസ്ഥാൻ മുക്ക് സ്വദേശിയായ വാഹിദാണ് മരിച്ചത്. കൊല്ലം ചിത്രയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം മധുരമന്ദിരം കുന്നിൽ പണം വെച്ച് ചീട്ടുകളിക്കുന്നതിനുള്ള രഹസ്യവിവരത്തെ തുടർന്നാണ് പോലീസ് അവിടെ എത്തിയത്. ചിതറ പോലീസിനെ കണ്ട ചീട്ടുകളി സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിൽ വാഹിദ് ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് കുളത്തിൽ വീണത്.
പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും വാഹിദിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കടയ്ക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ഓർക്കാട്ടേരിയിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്തൃമാതാവും അറസ്റ്റിൽ. മരണപ്പെട്ട ഷബനയുടെ ഭർത്താവ് ഷബീബിന്റെ മാതാവ് നബീസയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഇവരെ കോഴിക്കോട്ടെ ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത്. ഷെബിനയെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഭർത്താവ് ഹബീബിന്റെ അമ്മാവൻ ഹനീഫയെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്നാണ് അമ്മ നബീസയും പിടികൂടിയത്. കോഴിക്കോട്ടെ ലോഡ്ജിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇവരെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത്. വടകര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഹനീഫയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഗാർഹിക പീഡന നിരോധന നിയമം, സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ കുറ്റം തുടങ്ങിയ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിലെ മറ്റു പ്രതികളായ ഭർത്താവ് ഹബീബ്, ഭർത്തൃ സഹോദരി, ഭർത്തൃപിതാവ് എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. കേസിൽ ആദ്യം ഹനീഫയെ മാത്രമാണ് പോലീസ് പ്രതി ചേർത്തിരുന്നത്. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് മറ്റുള്ളവരെയും പ്രതി ചേർത്തത്. ഈ മാസം 4 രാത്രിയാണ് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവിന്റെ ബന്ധുക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതിയുടെ കുടുംബം ഉന്നയിക്കുന്നത്. കേസിൽ 10 വയസ്സുകാരിയുടെ മൊഴിയടക്കം നിർണായക തെളിവാണ്. ന്യൂസ് 18 കോഴിക്കോട്. മലപ്പുറം കുറ്റിപ്പുറം ബംഗ്ലാംകുന്നിൽ തൊട്ടിലിന്റെ കയർ കഴുത്തിൽ കുരുങ്ങി 2ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ജാഫർ സാദിഖിന്റെ മകൾ ഹയ ഫാത്തിമയാണ് മരിച്ചത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കെ കട്ടിലിൽ നിന്നും ചാടുന്നതിനിടെ അബദ്ധത്തിൽ കയർ കഴുത്തിൽ കുടുങ്ങിയതാകാമെന്നാണ് നിഗമനം. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാർത്തല മർക്കസ് അൽ അബീർ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മലപ്പുറം പുല്ലാരയിൽ ഭാര്യാപിതാവിനെ കുത്തിക്കൊന്നു. പുല്ലാര സ്വദേശി അയ്യപ്പനാണ് മരിച്ചത്. സംഭവത്തിൽ മകളുടെ ഭർത്താവ് പ്രണോഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുടുംബ വഴക്കിനിടെ അയ്യപ്പനെ പ്രണോഷ് കത്തികൊണ്ട് വയറിലും തലയ്ക്കും കുത്തുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ അയ്യപ്പനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിൽ പര്യടനം തുടരുന്നു. ആലപ്പുഴ മണ്ഡലത്തിലായിരുന്നു ആദ്യ സദസ്സ്. അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട് മണ്ഡലങ്ങളിലും ഇന്ന് നവകേരള സദസ്സ് നടക്കും. വലിയ ജനമുന്നേറ്റമായി ഇത് മാറുന്നതായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം. ആലപ്പുഴയിൽ നവകേരള സദസ്സിനെത്തിയ മന്ത്രിയെ ഇന്ന് രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ കാർഡിയോളജി ICUവിലാണ് മന്ത്രി ഉള്ളത്. ആശുപത്രി നിരീക്ഷണത്തിലാണ് മന്ത്രി ഇപ്പോൾ. നേരത്തെ തീരുമാനിച്ച പ്ലാൻ മാറ്റിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭാംഗങ്ങൾ കോട്ടയത്ത് നിന്നും ആലപ്പുഴയിലേക്ക് യാത്ര ചെയ്ത്. നവകേരള സദസ്സിന്റെ ബസ്സിൽ ഇരുന്നുകൊണ്ട് ജങ്കാറിൽ കായൽ കടക്കാനായിരുന്നു തീരുമാനം. പലതവണ ട്രയൽ റൺ നടത്തിയെങ്കിലും സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഒഴിവാക്കിയത്. ഈ ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടാകുമെന്നായിരുന്നു അറിയിപ്പ്. ഇതിനു മുന്നോടിയായി പലതവണ പലതരത്തിലുള്ള ബസ്സുകൾ കയറ്റി ദിവസങ്ങൾക്ക് മുന്നേ സുരക്ഷാ പരിശോധന നടത്തി. എല്ലാം വിജയമായിരുന്നു. ഒടുവിൽ നവകേരള ബസ് തന്നെ ജങ്കാറിൽ കയറ്റി നോക്കി. പക്ഷേ അവസാന നിമിഷം സുരക്ഷാ കാരണം ചൂണ്ടിക്കാട്ടി ജങ്കാറിൽ ബസ് മാത്രമായി ആദ്യം കായൽ കടന്നു. ജങ്കാറ യാത്ര ഒഴിവാക്കിയതോടെ സോളാർ ബോട്ടിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വൈക്കത്ത് നിന്ന് തവണക്കടവിലേക്ക് യാത്ര ചെയ്തത്. ജലഗതാഗത വകുപ്പിന്റെ ആദിത്യ സോളാർ ബോട്ടിലായിരുന്നു യാത്ര. ബോട്ടിനു ചുറ്റും ഡൈവർമാരടങ്ങുന്ന പല സംഘങ്ങൾ സുരക്ഷ ഒരുക്കി. മുഖ്യമന്ത്രിയുടെ ജങ്കാർ യാത്ര പ്രതീക്ഷിച്ച് നിരവധി ആളുകൾ ബോട്ട് ജെട്ടിയിൽ കാത്തുനിന്നിരുന്നു. ന്യൂസ് 18 കോട്ടയം. മണ്ഡലകാലം പകുതിയോടടുക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവിൽ വീർപ്പുമുട്ടി ശബരിമല ഇടത്താവളമായ സത്രം. പമ്പയിലും നിലയ്ക്കലിലും തിരക്ക് വർദ്ധിച്ചതോടെ കാനനപാതയിലൂടെ സന്നിധാനത്തെത്താൻ കൂടുതൽ ആളുകൾ സത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. തീർത്ഥാടകർക്ക് വിരിവെക്കുന്നതിന് പോലുമുള്ള സൗകര്യങ്ങൾ ഇവിടെ പരിമിതമാണ്. കഴിഞ്ഞ മണ്ഡലകാലത്തെ അപേക്ഷിച്ച് വണ്ടിപ്പെരിയാർ സത്രത്തിൽ ഭക്തർക്കായി പരിമിതമായ ഒരുക്കങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്.
മുമ്പ് സത്രത്തെ പ്രധാന ഇടത്താവളമായി ഉയർത്തുന്നതിനുതകുന്ന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ദേവസ്വം മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഒന്നും നടപ്പായില്ല. പമ്പയിലും നിലയ്ക്കലും തിരക്ക് വർദ്ധിച്ചതോടെ തീർത്ഥാടകർ കൂടുതലായി സത്രത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വിരിവെക്കുന്നതിനായി 2 ഇടങ്ങൾ മാത്രമാണ് സത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ശൗചാലയ സൗകര്യങ്ങളും പരിമിതമാണ്. ദേവസ്വം ബോർഡിന്റെ ശൗചാലയങ്ങൾ ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല. എല്ലാ വർഷത്തിന് പറഞ്ഞേക്കാളും വളരെ ദുരിതം പിടിച്ച ഒരു യാത്രയായിരുന്നു. ഇപ്പോഴും നമ്മളെ പത്തനംതിട്ട തൊട്ട് ഇങ്ങോട്ട് തന്നെ വണ്ടിയിലെല്ലാം ബ്ലോക്കായി പല വഴിയിൽ കിടന്നാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് തന്നെ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു 10 മിനിറ്റ് ലേറ്റായി. അങ്ങനെ നമുക്ക് പിന്നെ ഇന്ന് ദർശനത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയായി. 2:10 പോയി. 2 മണി വരെ ഇവിടെ നിന്ന് കയറ്റി വിടുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ഇവിടെ കുടുങ്ങി. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോകാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതേസമയം സത്രത്തെ പ്രധാന ഇടത്താവളമാക്കുമെന്ന പഴയ പ്രഖ്യാപനം വീണ്ടും ആവർത്തിക്കുകയാണ് ദേവസ്വം മന്ത്രി. ഞാൻ ഇന്നലെ ഇടുക്കി കളക്ടറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിനോടും പറഞ്ഞിട്ടുണ്ട്, അവരാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇടുക്കി കളക്ടർ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. പ്രധാന ഇടത്താവളം ആക്കണം. ഇപ്പോൾ ഓരോ ഇടത്താവളങ്ങളിലെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇടത്താവളങ്ങളാക്കി അത് നമ്മുടെ സത്രം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടത്താവളമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടൽ നടക്കും. ഇതുവരെ 24,373 പേരാണ് സത്രം വഴി കാൽനടയായി സന്നിധാനത്തെത്തിയത്. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ സത്രത്തിലേക്ക് എത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത്. ഇവിടെ എത്തുന്നവർക്ക് സന്നിധാന യാത്ര അല്പം കടുപ്പമായേക്കും. ന്യൂസ് 18 ഇടുക്കി. അരനൂറ്റാണ്ടോളം കേരളത്തിലെ സിനിമാ തിയേറ്ററുകളിൽ തമിഴ് സിനിമകൾ എത്തിച്ച ഗായത്രി ഫിലിംസ് ഉടമയുടെ കുടുംബം കടക്കണിയെ തുടർ ദുരിതത്തിൽ. പാലക്കാട് സ്വദേശിയായ ധനവും കുടുംബവുമാണ് പാലക്കാട്ട് വാടക വീട്ടിൽ ദുരിതം പേറി കഴിയുന്നത്. ആയിരത്തി 1974 പുറത്തിറങ്ങിയ രജനികാന്ത് കേന്ദ്ര കഥാപാത്രമായ 1000 ജന്മങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിച്ചുകൊണ്ടായിരുന്നു ഗായത്രി ഫിലിംസിന്റെ അരങ്ങേറ്റം. പാലക്കാട് താരേക്കാട് സ്വദേശികളായ സുബ്രഹ്മണ്യവും ഭാര്യ ധനവുമായിരുന്നു വിതരണക്കാർ. 2018 വിജയ് സേതുപതിയുടെ സംഘത്തമിഴനായിരുന്നു ഗായത്രി ഫിലിംസ് അവസാനമായി കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിച്ച ചിത്രം. ഇതിനിടെ ബിസിനസ് പങ്കാളിയായി എത്തിയ സുഹൃത്ത് കോടികൾ വെട്ടിച്ചു മുങ്ങിയതോടെയാണ് കുടുംബം കടക്കണിയിലായത്. ധനത്തിന്റെ മകൻ അജയകുമാറും കരുണ ഫിലിംസ് എന്ന പേരിൽ വിതരണ കമ്പനി നടത്തിയിരുന്നു. പലയിടത്തായി 5 വീടുകളുണ്ടായിരുന്നു ഈ കുടുംബത്തിന്. ഇപ്പോൾ താരേക്കാട് ചെറിയൊരു വീട്ടിൽ വാടകയ്ക്ക് കഴിയുന്നു. അജയകുമാറിന്റെ ഭാര്യ സുജയയുടെ 2 വൃക്കകളും തകരാറിലായെങ്കിലും ചികിത്സിക്കാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കുടുംബം. അയാൾ തമിഴ്നാട്ടുകാരനാണ്. അയാൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തു. എല്ലാ ഭാഗത്തും പൈസ വാങ്ങിച്ചു കൊടുത്തു. ഒരു ദിവസം രാത്രി നമ്മളടുത്ത് തന്നെ പറയാണ്ട് നമുക്കൊന്നും കൊടുക്കാണ്ട് അയാൾ മുങ്ങി. പിന്നെ അസോസിയേഷനിലൊക്കെ പോയപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും ലെറ്റർ ഉണ്ടോ ചോദിക്കും. ഒരു ലെറ്ററും ഇല്ല. ഒരു വിശ്വാസത്തിൻ്റെ പേരിലാണ് ചെയ്തത്. അത് നമ്മളെ ഒരുപാട് നഷ്ടപ്പെടുത്തി. നമ്മുടെ കുടുംബം വഴിയാധാറാക്കിയിട്ട് പോയി. 40 ലക്ഷത്തോളം രൂപ ഇപ്പോൾ കടമുണ്ട്. കുടുംബത്തിനോട് പിണങ്ങി സുബ്രഹ്മണ്യം ഇപ്പോൾ തമിഴ്നാട്ടിലാണ് താമസം. ധനവും മകനും മരുമകളും ചെറുമകളുമാണ് പാലക്കാടുള്ളത്. പേരക്കുട്ടിയുടെ പഠനത്തിന് പോലും പണമില്ലാത്തതിൻ്റെ ദുഃഖം ധനത്തിൻ്റെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. ദൈനംദിന ആവശ്യങ്ങൾക്ക് പണമില്ലാതെ ലോട്ടറി വിൽപ്പന നടത്തിയും ഇഡ്ഡലി കച്ചവടം നടത്തിയുമൊക്കെയാണ് അജയകുമാർ കുടുംബത്തെ സംരക്ഷിക്കുന്നത്. ഉദാരമതികളുടെ സഹായമുണ്ടെങ്കിൽ മരുമകളുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെങ്കിലും നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ ഈ കുടുംബം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. ക്രിസ്തുമസിനെ വരവേൽക്കാൻ UK ഒരുങ്ങിക്കഴിഞ്ഞു. വ്യാപാര സ്ഥാപനങ്ങളിൽ വലിയ തിരക്കാണിപ്പോൾ. UKയിലെ പല പ്രദേശങ്ങളും വർണ്ണാഭമായ ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ക്രിസ്തുമസിനെ വരവേൽക്കാൻ ലോകമൊരുങ്ങി. വിപണികളും സജീവം. ക്രിസ്മസ് പാപ്പയുടെ രൂപത്തിലാണിപ്പോൾ ചോക്ലേറ്റുകൾ. കുട്ടികൾക്കായുള്ള പല മിഠായികളും ചുമപ്പും വെള്ളയും നിറത്തിൽ. ക്രിസ്മസ് പാപ്പയുടെ ആകൃതിയിലാണ് പല ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന. ഇതോടൊപ്പം ബുക്കുകൾ, ബാഗുകൾ എല്ലാത്തിനും ക്രിസ്മസ് മയം. ശക്തമായ തണുപ്പിനെ അതിജീവിച്ച് തദ്ദേശീയരോടൊപ്പം മലയാളികളും ക്രിസ്തുമസിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. യൂറോപ്പിൽ ജോലിക്കായും വിദ്യാഭ്യാസത്തിനായും എത്തുന്നവരും ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. വർഷങ്ങളായി UKയിൽ സ്ഥിരതാമസമാക്കിയവർ കുടുംബസമേതവും മലയാളി അസോസിയേഷനുകൾ വഴിയും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വീടുകളിൽ സ്റ്റാറുകളും ക്രിസ്മസ് ട്രീകളും ഒരുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ ഇവർ. മലയാളി സംഘടനകളും അവരുടേതായ രീതിയിൽ കൂട്ടായ്മയിലെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കരോളും അതിനോടൊപ്പം ക്രിസ്മസ് കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. വീടുകളിൽ മധുരവിതരണവും ഉണ്ണിയേശുവിന്റെ സ്തുതിഗീതങ്ങൾ പാടിയും ആഘോഷങ്ങൾ കൊഴുക്കുകയാണ്. ഐക്യത്തിന്റെ ഒത്തുകൂടലാക്കി ഇക്കൊല്ലത്തെ ക്രിസ്മസിനെ മാറ്റുകയാണ് UK മലയാളികൾ. KA നിസാർ, ലണ്ടൻ.
സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം ശക്തമായ മഴയ്ക്കു സാധ്യത. 7 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കു സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. അതേസമയം 2 ദിവസങ്ങളിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ശക്തമായ മഴ ഉണ്ടാകും. കോഴിക്കോട് പോളിടെക്നിക് കോളേജിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ നിർമ്മാണം പുരോഗമിക്കുന്നു. കോർപ്പറേഷന് വേണ്ടി 30 ഈ ഓട്ടോകളാണ് നിർമ്മിക്കുന്നത്. കോയമ്പത്തൂർ ആസ്ഥാനമായ കമ്പനിയാണ് അസംസ്കൃത വസ്തുക്കൾ നൽകിയത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വൻകിട ഓട്ടോറിക്ഷ നിർമ്മാണ യൂണിറ്റിലാണെന്ന് കരുതിയാൽ തെറ്റി. കോഴിക്കോട് പോളിടെക്നിക്കൽ കോളേജിലെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള ഓട്ടോ നിർമ്മാണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾക്ക് പകരം കുട്ടികളാണ് ഇവിടെ ഓട്ടോറിക്ഷയുടെ ഓരോ ഭാഗങ്ങളും തമ്മിൽ ചേർക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന് വേണ്ടിയുള്ള 30 ഈ ഓട്ടോറിക്ഷകൾ, ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണ പദ്ധതിക്കായാണ് ഈ ഓട്ടോറിക്ഷകൾ ഉപയോഗിക്കുന്നത്. കോയമ്പത്തൂർ ആസ്ഥാനമായ ഒരു കമ്പനിക്കാണ് ഈ ഓട്ടോറിക്ഷകൾ നിർമ്മിച്ചു നൽകുന്നതിനുള്ള കരാർ നൽകിയിരിക്കുന്നത്. എന്നാൽ ആ കമ്പനി പൂർണ്ണമായും പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഓട്ടോറിക്ഷയുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ യന്ത്ര സാമഗ്രികളായി ഈ കമ്പനി ഈ കോളേജിൽ എത്തിക്കും. കോളേജിന്റെ ജനറൽ വർക്ക്ഷോപ്പാണ് ഇപ്പോൾ ഓട്ടോ നിർമ്മാണ യൂണിറ്റായി മാറിയിരിക്കുന്നത്. ഓരോ ഭാഗങ്ങളും അടിസ്ഥാനപരമായ പരിശീലനം നൽകിയ ശേഷം വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ യന്ത്രഭാഗങ്ങൾ ഘടിപ്പിക്കുന്നതും. എന്തായാലും വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഈ ഓട്ടോറിക്ഷകൾ കോർപ്പറേഷന് കൈമാറാൻ കഴിയുമെന്നാണ്. കൂടുതൽ ഓട്ടോറിക്ഷകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വൈകാതെ നടക്കും. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ കോളേജിന്റെ പ്രിൻസിപ്പൽ ഉണ്ട്. സാർ, വലിയ അഭിമാനകരമായ ഒരു പദ്ധതി എന്ന് വിശേഷിപ്പിക്കാം. കാരണം ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, കുട്ടികൾക്ക് ക്യാമ്പസിൽ തന്നെ ഈ വ്യവസായ പരിശീലനം നൽകുക എന്നൊരു പദ്ധതിയുമുണ്ട്. എങ്ങനെയാണ് ഈ വലിയ പ്രോജക്റ്റ്? ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു പ്രോജക്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളിലും അവർക്ക് പങ്കാളികളാകാൻ പറ്റുകയാണ്. ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പല പ്രൊഡക്ഷൻ പ്രോസസ്സുകളും നമ്മുടെ ക്യാമ്പസിലേക്ക് വരുമ്പം അത് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു സ്കീമിലൂടെയാണ് ഇത് വരുന്നത്. അപ്പം പല പല ഇൻഡസ്ട്രികൾ വന്നുകൊണ്ട് ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന ഈ ഓട്ടോയുടെ ഇലക്ട്രിക് ഓട്ടോയുടെ അസംബ്ലിംഗ് ആണ്. അപ്പോൾ എക്സിയോൺ എന്ന കമ്പനിയാണ് ഇതിനുള്ള മെറ്റീരിയൽസും റോ മെറ്റീരിയൽസും സ്പെയർ പാർട്സൊക്കെ നമുക്ക് സപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ കമ്പനി വന്ന് നമ്മുടെ കുട്ടികളെ സെലക്ട് ചെയ്ത് ട്രെയിനിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ കുട്ടികളുടെ മുമ്പിലേക്ക് വെച്ച സമയത്ത് 100-ലധികം കുട്ടികളാണ് നമുക്ക് വില്ലിംഗ്നെസ് തന്നത്. അതിൽ നിന്ന് സെലക്ട് ചെയ്ത 40 കുട്ടികൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്ത് 4 ഷിഫ്റ്റിലായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ ട്രെയിനിങ് അവർ നേരിട്ട് ചെയ്യാണല്ലോ. ഇൻഡസ്ട്രി ചെയ്യുന്ന വർക്ക് ഇവിടെ നേരിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണം കുട്ടികൾക്ക് കിട്ടും. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴ്സ് കഴിയുമ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ടാക്കാൻ പോലും അവർ പര്യാപ്തരാകുകയാണ്. തീർച്ചയായിട്ടും അവർ ഈ ഒരു എക്സ്പീരിയൻസോട് കൂടി തന്നെ ഇവർക്ക് ഈ ഫീൽഡിൽ ഒരുപാട് ജോലികളിലേക്ക് അവർക്ക് പോകാൻ പറ്റും. നമ്മൾ അവരെ സർട്ടിഫൈ ചെയ്യുന്നു, അവരെ ട്രെയിനിങ് ചെയ്യുന്നു, അത് വെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ എക്സിയോൺ കമ്പനി തന്നെ കുറച്ച് കുട്ടികളെ അബ്സോർബ് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതുകൂടാതെ ഇതുപോലുള്ള കമ്പനികളെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിന്റെ ഭാഗമായിട്ട് ക്യാമ്പസിൽ വരുമ്പോൾ മറ്റുള്ള കമ്പനികളും ഇവിടെ വരാനും കുട്ടികളെ റിക്രൂട്ട് ചെയ്യാനും ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പരിപോഷിപ്പിക്കാനും പറ്റും. നേരത്തെ ചെറുകിട പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അല്ലേ? ചെറുകിട സാങ്കേതിക സഹായമൊക്കെ. ഇത്ര വലിയ രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. അപ്പം ഇവർ ഈ എക്സിയോൺ എന്ന കമ്പനി കോഴിക്കോട് കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 30 ഓട്ടോകൾ കൊടുക്കാനുള്ള, അവർ കൂടുതൽ ഓട്ടോകളുണ്ട്. ഇപ്പം 30 ഓട്ടോകളാണ് നമുക്ക് ഇതിന്റെ സ്പെയർ പാർട്സും കാര്യങ്ങളും വന്നിട്ടുള്ളത്. ഈ 30 ഓട്ടോകൾ സപ്ലൈ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ്. അത് അവർ നമ്മുടെ ഡയറക്ടറേറ്റ് വഴി നമ്മുടെ കോളേജിൽ അപ്രോച്ച് ചെയ്ത സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾക്ക് അതുകൊണ്ട് വളരെ നല്ല ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമെന്നുള്ള, അവർക്ക് എക്സ്പീരിയൻസ് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ഈ കമ്പനിയുടെ അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കുട്ടികൾ ഇപ്പം കാണിക്കുന്നുണ്ട്, അത് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. ഇനി ഇതിലും വലിയ പ്രോജക്റ്റിലേക്കൊക്കെ നീങ്ങാൻ പറ്റുമല്ലോ. ഇത് തന്നെ വലിയ സക്സസ് ആണ്. തീർച്ചയായിട്ടും ഞങ്ങൾ മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നുള്ളതിന് ഇവിടെ ഒരു സ്ഥിരം സംവിധാനമാക്കുകയാണെങ്കിൽ ഇവിടെയുള്ള വിവിധ ബ്രാഞ്ചുകളിലുള്ള പല ഇൻഡസ്ട്രികളുമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ MOU സൈൻ ചെയ്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. MS അനീഷ് കുമാർ റിപ്പോർട്ടാണ് കണ്ടത്. ഫർണിച്ചർ വ്യാപാര രംഗത്ത് ശ്രദ്ധേയമായ തെയ്യമ്പാട്ടിൽ ഹോം സോളിന്റെ 7ാമത് ഷോറൂം കണ്ണൂരിൽ പ്രവർത്തനം തുടങ്ങി. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA-യുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ മികച്ച ഗുണമേന്മയിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുകയാണ് തെയ്യമ്പാട്ടിൽ ഗ്രൂപ്പിന്റെ ലക്ഷ്യമെന്ന് ചെയർമാൻ ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ പറഞ്ഞു. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചാൽ ജനങ്ങൾ സ്വീകരിക്കുമെന്നതിന്റെ തെളിവാണ് തെയ്യമ്പാട്ടിൽ ഗ്രൂപ്പിന്റെ വിജയമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നിരവധി സമ്മാനങ്ങളും നൽകുന്നുണ്ട്.
ജിയോ പ്രീപെയ്ഡ് ഫോൺ ഉപഭോക്താക്കൾക്കായി പ്രീമിയം TV പ്ലാനുകൾ അവതരിപ്പിച്ചു. അൺലിമിറ്റഡ് ഡേറ്റ, കോളുകൾ, SMS എന്നിവയ്ക്കൊപ്പം 14 പ്രമുഖ OTT സബ്സ്ക്രിപ്ഷനുകൾ ഉൾപ്പെടുന്ന പ്ലാനുകളാണ് ജിയോ പുറത്തിറക്കിയത്. പ്രതിമാസ, ത്രൈമാസ, വാർഷിക പ്ലാനുകളാണ് ഇവ. 28 ദിവസത്തേക്ക് 398 രൂപ, 84 ദിവസത്തേക്ക് 1198 രൂപ, 365 ദിവസത്തേക്ക് 4498 രൂപ എന്നിങ്ങനെയാണ് പ്ലാനുകൾ. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5750, പവന് 46,000, വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000, പ്ലാറ്റിനം ഗ്രാമിന് 3364. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തകൾ ഇന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഈ പരിപാടി